प्रभु की स्तुति कर कि हाँ, क्या? परमेश्वर ने ये सुबह का समय में इस प्रकार से परमेश्वर का वचन में से बात करने के लिए मौका दिया है, इसलिए मेरा मन बहुत धन्यवादी है। കാലം വചന ശുശ്രൂഷയ്ക്കായി എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. तो कल पास्टर के द्वारा जो संदेश सुना, तो संदेश तो भविष्यवाणी के पास्टर शब्द बोल रहे थे। भविष्यवाणी का बॉम्बे के बारे में बोल रहे थे कि किस प्रकार से परमेश्वर आने वाले दिनों में इस शहर में परमेश्वर काम करने वाले। കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസനിൽ നിന്ന് നാം കേൾക്കുകയുണ്ടായി ദൈവ ശബ്ദം. അതൊരു പ്രവചന ദൂതായിട്ട് വരും ദിവസങ്ങളിൽ ബോംബെയുടെ പ്രദേശത്തിൽ എന്താ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കേൾക്കാനിടയായി. और मैं भी मुंबई में रहता हूँ और मुंबई में अलग अलग जगहों पर सेवकाई करता हूँ। ഞാനും ബോംബെയിലാണ് താമസിക്കുന്നത്. ബോംബെയിൽ താമസിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. तो पास्टर जब भविष्यवाणी के शब्द बोल रहे थे तो मेरा मन बहुत धन्यवादी हुआ। കർത്താവിന്റെ ദാസൻ ഇന്നലെ പ്രവചന ദൂതുകൾ പറയുമ്പോൾ എന്റെ ഹൃദയം വലിയ സന്തോഷത്തിലായി. तो अ, बहुत सारे भाई बहन उद्धार पाएंगे और प्रकार प्रकार के लोग प्रभु के पास आएंगे, इस प्रकार का भविष्यवाणी के शब्द पास्टर बोल रहे थे। അനേക അനേക ജനങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമെന്ന് കർത്താവിന്റെ ദാസൻ ഇന്നലെ പ്രവചന ദൂതിൽ പറയുവാനിടയായി. तो ये पिछला ये शनिवार जाके उसका पहला शनिवार, ये शनिवार का उसका पहले वाला शनिवार का दिन इधर से हम लोगों ने 11 लोग प्रभु का दया से बपतिस्मा लिया। കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ചയുടെ മുമ്പിലത്തെ ശനിയാഴ്ച ദൈവകൃപയാൽ 11 പേര് സ്നാനപ്പെടുവാനിടയായി. लेकिन अभी मन में ये भी सोच आया कि इतने सारे लाखों में लोग इधर है, तो 11 लोग तो बहुत कम ही है। ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി, ലക്ഷക്കണക്കിന് ജനമുള്ളപ്പോൾ ഈ 11 പേരെന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ആൾക്കാർ. तो लेकिन एक आशा है कि परमेश्वर अपने वादे को पूरा करेंगे। എന്നാൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കും. तो आइए आज अपन बाइबल का एक भाग पढ़ते हैं। തൽക്കാലം നമുക്ക് വചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. पहला शमूएल 1 ശമൂവേലിന്റെ പുസ്തകം 14 नंबर अध्याय 14 അധ്യായം 6 और 7। അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. 1 ശമൂവേൽ 14 അധ്യായം 6ഉം 7ഉം വാക്യം. तब योनातन ने अपने हथियार ढोने वाले जवान से कहा, आ हम उन खतनारहित लोगों को चौकी के पास जाए, क्या जाने यहोवा हमारी सहायता करे, क्योंकि यहोवा के लिए कोई रुकावट नहीं कि चाहे तो बहुत लोगों के द्वारा चाहे थोड़े लोगों के द्वारा छुटकारा दे। उसके हथियार ढोने वाले ने उससे कहा, जो कुछ तेरे मन में हो वही कर, उधर चल, मैं तेरी इच्छा के अनुसार तेरे संग रहूंगा। അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷെ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമല്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെ ഒക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. तो इन वचनों में हम देखते हैं कि योनातन का जो विश्वास है, योनातन के विश्वास के बारे में पवित्र आत्मा ने लिखा है। ഇവിടെ നമ്മൾ കാണുന്നത് യോനാഥാന്റെ വിശ്വാസത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. तो योनातन कहता है कि आ, परमेश्वर ज्यादा लोगों से भी जय दे सकता है, लेकिन थोड़े लोग भी अगर है तो भी जय दे सकता है। യോനാഥാൻ പറയുന്നത്, അധികം ആൾക്കാരെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും, എന്നാൽ അല്പം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. तो अगर हम लोग हमारे भारत देश का विचार करेंगे तो उद्धार पाए हुए भाई बहन बहुत ही कम है। നമ്മൾ ഭാരതത്തെ കുറിച്ച് ചിന്തിക്കാമെങ്കിൽ രക്ഷിക്കപ്പെട്ട ജനം വളരെ കുറവാണ്. तो लेकिन हम लोग कम है,
लेकिन जैसा भी योनाथन का अगर विश्वास देखेंगे तो वो ऐसा बोलता है कि परमेश्वर थोड़े लोगों से भी जय दे सकता है। നമ്മൾ കുറച്ചു പേരാണെങ്കിലും യോനാഥാൻ പറയുന്നത് കുറച്ചു പേരിൽ കൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. तो वो अपने हथियार ढोने वाले से कहता है कि आओ हम वो शत्रुओं से युद्ध करेंगे। ആയുധവാഹകനോട് താൻ പറയുക, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളോട് യുദ്ധം ചെയ്യാം. तो वो बोलता है कि वो लोग जो है वो खतना रहित है और हम लोग खतना पाए हुए हैं। അവർ അഗ്രചർമ്മികളാണ്. പ്രൈസലോട് നമുക്ക് അവരോട് യുദ്ധം ചെയ്യാം. तो उसका जो विश्वास है, योनाथन का जो विश्वास है कि जब फिर हमारी खतना हो गई है तो फिर परमेश्वर हमारी ओर है। और वो जो लोग है पलिस्ती लोग है, तो वो लोग के खतना रहित लोग है, खतना नहीं हुआ तो फिर उनके साथ परमेश्वर नहीं है। ആ, യോനാഥാൻ പറയുന്നത് നമ്മൾ പരിച്ഛേദന ഏറ്റവരാണ്, നമ്മോട് കൂടെ ദൈവമുണ്ട്. അവർ ഫെലിസ്തീയർ അഗ്രചർമ്മികളായതുകൊണ്ട് അവരോട് കൂടെ ദൈവമില്ല. तो ये मुंबई का भी अगर विचार करेंगे तो आ, बहुत सारे करोड़ों में लोग हैं, लेकिन उद्धार पाए हुए भाई बहन तो कम ही है। ബോംബെയുടെ സ്ഥിതി നോക്കാമെങ്കിൽ അനേക ജനമുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ടവർ ചുരുക്കമാണ്. तो अगर हम लोग भी इस प्रकार से एक आशा रखते हैं, विश्वास करते हैं कि मेरी भी खतना हो गई है और बाकी जो बिना उद्धार पाए हुए जो उनका तो खतना नहीं हुआ। പ്രൈസലോട് നമുക്ക് ചിന്തിക്കാൻ കഴിയും, ആമേ, നമ്മൾ പരിച്ഛേദന ഏറ്റവരാ, ബാക്കി അത് രക്ഷിക്കപ്പെട്ട നമ്മൾ പരിച്ഛേദന ഏറ്റവരാ, രക്ഷിക്കപ്പെടാത്തവർ അവർ അഗ്രചർമ്മികളാണ്. तो अभी इन वचनों में हम लोग देखते हैं कि फिर योनाथान और उसका जो संगी है हथियार ढोने वाला, ये लोग युद्ध के लिए आगे बढ़ते हैं। നമ്മളിവിടെ കാണുന്നത് യോനാഥാനും തന്റെ ആയുധവാഹനുമായ ബാല്യക്കാരനും കൂടെ ചേർന്ന് അവർ യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. तो जब वो लोग दोनों ही युद्ध करने के लिए आगे बढ़े तो हम देखते हैं कि वो लोग बोलते हैं कि अगर शत्रु लोग हम लोग को बुलाएंगे आ जाओ करके तो फिर हम लोग आगे बढ़ेंगे। അവർ പറയുക, നമുക്ക് രണ്ടുപേർക്ക് യുദ്ധത്തിനായി പോകാം, ശത്രുക്കൾ നമ്മെ വിളിക്കുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരോട് യുദ്ധം ചെയ്യാം. और वो लोग जब आगे बढ़े तो फिर परमेश्वर ने काम करना शुरू किया। അവർ അവയെ മുന്നിലോട്ട് പോകുവാൻ ആരംഭിച്ചപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. तो वहां पर भूकंप हो गया और तलवार से लोग मारे गए। അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായി, വാളാൽ അനേകർ മരണപ്പെടുവാനിടയായി. तो इसका अर्थ यह है कि जब परमेश्वर के जो जन है, परमेश्वर के लोग जब विश्वास करते हैं और विश्वास के साथ आगे बढ़ते हैं तो फिर परमेश्वर काम करते हैं। ഇതിന്റെ അർത്ഥം, ആമേ, ദൈവജനം വിശ്വാസത്താൽ മുന്നോട്ട് ചെല്ലുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. लेकिन अभी हम लोग देखेंगे शाऊल के बारे में। എന്നാൽ നമ്മള് ശൗലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, तो शाऊल जो है, हालांकि वो राजा है इजराइल का, ശൗൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നു. युद्ध करना उसका काम है। യുദ്ധം ചെയ്യേണ്ടത് തന്റെ കർത്തവ്യമാണ്. लेकिन 14 नंबर अध्याय का 2 नंबर वचन में पढ़ेंगे तो ഈ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, तो लिखा है कि शाऊल तो गीबा की सीमा पर मिग्रोन में अनार के पेड़ के नीचे टिका हुआ था और उसके संग के लोग कोई 600 थे। ശൗൽ ഗബയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതള നാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോട് കൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. तो शाऊल के बारे में देखेंगे तो उसके साथ में 600 लोग हैं और ट्रेनिंग पाए हुए हैं, उसके 600 सिपाही है, शाऊल है। लेकिन अभी इसके बारे में देखेंगे तो अनार का पेड़ के नीचे सोया हुआ है। ശൗലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനോട് കൂടെ യുദ്ധം അഭ്യസിച്ചവരായ 600 പേരുണ്ട്. ആ പടജനം അവനോട് കൂടെയുണ്ട്. പക്ഷേ അവനായിരിക്കുന്നത് മാതള നാരകത്തിന്റെ കീഴിൽ ഉറങ്ങുകയാണ്. हालांकि देखेंगे तो अनार का जो झाड़ का जो ये रहता है, पत्ता रहता है, तो वो
तो उसका पत्ता बहुत छोटा छोटा रहता है, तो उसका छाव भी तो नीचे बराबर नहीं गिरता है। അതിനകത്ത് ഈ മാതളത്തെ കുറിച്ച് പറയാം, മാതള നാരത്തെ കുറിച്ച് പറയാമെങ്കിൽ അതിന്റെ ഇലകൾ ഏറ്റവും ചെറുതാണ്. മാത്രമല്ല അതിന്റെ താഴെ അതിന്റെ കീഴിൽ വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ അധികം ഇല ഒന്നും ഇല്ല, ചെറിയ ഇലകളായതുകൊണ്ട് അത്രത്തോളമുള്ള നിഴൽ അവിടെ ലഭിക്കത്തില്ല. लेकिन अभी शाऊल की ऐसी सोच है कि जहां पर भी उसको ऐसा लगता है कि जहां पर भी उसको मौका मिलता है, जहां पर भी उसको ऐसा मौका मिलता है, तो वो अपना आराम के बारे में ही सोचता है। ആ ശൗലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന് എവിടെയാണോ അല്പ അവസരം കിട്ടുന്നത് അവിടെ വിശ്രമിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാ ശൗൽ. हालांकि उसके साथ में जो 600 लोग हैं, അവനോട് കൂടെ 600 പേരുണ്ട്. वो योनाथन के बारे में हम लोग देखते हैं, योनाथन की जो सोच है, योनाथन का जो विश्वास है, वो खाली दो ही जन है, वो और उसका हथियार पकड़ने वाला। യോനാഥനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനോട് കൂടെ വേറെ അധികം ആളില്ല. അവർ രണ്ടുപേരേ ഉള്ളൂ, യോനാഥാനും ആയുധവാഹകനും. तो हम लोग देखते हैं कि परमेश्वर फिर किसके लिए काम करता है। योनाथन के लिए परमेश्वर, इधर देखते हम लोग योनाथन के लिए परमेश्वर काम कर रहा है। നമ്മളിവിടെ ചിന്തിക്കുക ദൈവം ആരോട് കൂടെയാണ് പ്രവർത്തിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൈവം യോനാഥാന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. तो योनाथन के पास में कोई 600 लोग भी नहीं है, कोई ज्यादा सिपाही लोग नहीं है, खाली उसका हथियार ढोने वाला ही है उसके साथ में। फिर भी वो कहता है कि हमारी खतना हुई है और हमारी और परमेश्वर है। യോനാഥാനെ കുറിച്ച് നോക്കുമ്പോൾ അവനോട് കൂടെ 600 ജനങ്ങളൊന്നുമില്ല, വലിയ പടജനവും വലിയ കൂട്ടങ്ങളൊന്നുമില്ല. അവനോട് കൂടെ അവന്റെ ആയുധവാഹകൻ മാത്രമേ ഉള്ളൂ. എങ്കിലും അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നാം എല്ലാം പരിച്ഛേദനയേറ്റവരാ. तो उसका सोच क्या है, वो क्या बोलता है कि अगर हाँ ठीक है, हम लोग कम लोग हैं, हम लोग दोनों ही जन है, ज्यादा लोग नहीं है, दो ही जन है, लेकिन उसकी सोच क्या है कि जय देने वाला वो परमेश्वर है। അവന്റെ ചിന്ത എന്താണ്? അവൻ വിചാരിക്കുന്നത് നമ്മൾ രണ്ടുപേരാണെങ്കിലും നമ്മോട് കൂടെ ദൈവമുണ്ട്. लेकिन शौल के बारे में हम लोग ऐसा नहीं देखते। എന്നാൽ ശൗലിനെ കുറിച്ച് നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. हालांकि शौल के साथ में 600 सोल्जर है, फिर भी उस आधा छाव आधा धूप ही रहेगा, इस प्रकार से मतलब वहां पर वो टिका हुआ है, वहां पर वो आराम कर रहा है। എന്നാൽ ശൗലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം 600 പേർ അവന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും, ഇത്രയും പടജനം അവനോട് കൂടെ ഉണ്ടായിരുന്നിട്ടും അവന് അല്പമായ നിഴല് കിട്ടുന്ന സ്ഥലത്ത് പോലും അവന് വിശ്രമിക്കാനാണ് ആഗ്രഹിച്ചത്. तो फिर हम लोग देखते हैं यहाँ पर कि विश्वास के साथ चलने वाला, विश्वास से आगे स्टेप डालने वाला, विश्वास के साथ चलने वाला जो रहता है, परमेश्वर उनके लिए जरूर काम करते हैं। നമ്മളിവിടെ കാണുന്നത് വിശ്വാസത്തോടുകൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന, വിശ്വാസത്തിൽ നടക്കുന്ന വ്യക്തികളോട് കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. तो पवित्र शास्त्र में हम लोग देखते हैं, बाइबल में जो शोमरोन में जब अकाल पड़ा था, और इस प्रकार से अकाल पड़ा था कि जो बहनें अपने बच्चों को उबाल कर खा रहे थे, और गधे की मुंडी खा रहे थे, कबूतर का संडास का उसमें से बीज निकाल कर खा रहे थे। നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ശമരിയയിൽ വലിയ ക്ഷാമം ഉണ്ടായി. അവിടെ ജനം സ്ത്രീ തന്റെ കുഞ്ഞിനെ ഭക്ഷിക്കുകയും കഴുതത്തല ഭക്ഷിക്കുകയും പ്രാക്കാഷ്ടം ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന അത്രത്തോളം വലിയൊരു ക്ഷാമം ഉണ്ടാകുവാനിടയായി. और उसी समय हम लोग देखते हैं कि चार कोढ़ी लोग कमजोर अवस्था में वो शहर के बाहर, मतलब ऐसे कचड़े के समान जैसे वो पड़े हुए थे। നമ്മൾ അവിടെ കാണുന്നത് ആ സമയത്ത് വേസ്റ്റിൽ, അതായത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആയിരുന്ന 4 കുഷ്ഠരോഗികൾ. तो फिर परमेश्वर ने उनको एक सोच दिया कि यहाँ बैठे बैठे भी हम लोग तो मर ही जाएंगे, और शोमरोन में अगर जाते हैं, शहर में जाते हैं, तो वहां पर भी मरना है, वहां पर ऑलरेडी लोगों की अवस्था इस प्रकार की है, और हम लोग यहाँ बैठे बैठे भी मर ही जाना है।
അവർക്ക് ദൈവം ഇങ്ങനെ ഒരു ചിന്ത കൊടുത്തു, നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നാലും നമ്മൾ മരിച്ചു പോകും, ശമരിയുടെ അവസ്ഥയും വളരെ പരിതാപകരമായി കൊണ്ടിരിക്കുക, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നാൽ മരണം തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. तो फिर क्यों ना हम लोग शत्रुओं के तंबू में जाए। അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ശത്രുവിന്റെ കൂടാരത്തിലേക്ക് പോയിക്കൂടാ? तो उनको जो परमेश्वर ने सोच दी, विचार दिया, उस सोच के पीछे वो लोग आगे बढ़ रहे हैं। ദൈവം അവർക്ക് കൊടുത്തതായ ആ ചിന്ത, അതിന്റെ പിന്നാലെ അവർ പോകുവാൻ ഇടയായി. तो फिर जब वो लोग शत्रु के तंबू के पास में जाते हैं, तो फिर परमेश्वर ने काम करना शुरू कर दिया। അവർ ശത്രുവിന്റെ കൂടാരത്തോട് അടുക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുവാനിടയായി. तो बहुत सारे जो रथ है और ऐसा युद्ध का आवाज परमेश्वर ने वो शत्रुओं के कानों में आने दिया। ദൈവം ആ ശത്രുക്കളുടെ ചെവിയിൽ ആമേൻ വലിയ യുദ്ധ ആരവങ്ങളും രഥങ്ങളുടെ ശബ്ദങ്ങളും കേൾപ്പിച്ചു. तो जब ये 4 कोड़ी तंबू में, शत्रु के तंबू में गए, तो क्या देखते हैं कि सारा जो सोना है और कपड़ा है और जो अनाज है, सारा भरा पूरा वहां पर पड़ा हुआ है। എന്നാൽ ഈ കുഷ്ഠരോഗികൾ അവരുടെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിഞ്ഞത്, അവർക്ക് അവിടെ ആഹാര സാധനങ്ങളും സ്വർണവും മറ്റ് വിലയേറിയ വസ്തുക്കളെല്ലാം അവിടെ തന്നെ അവർ ഉപേക്ഷിച്ചതായി കാണുവാനിടയായി. और उन्होंने फिर कुछ सोना लेके अपना खड्डे में छिपाने लग गए अपने लिए, और वो खुश हो गए और अपने लिए कुछ छिपा रहे, कुछ ले रहे। इस प्रकार का वो लोग 4 लोग कर रहे हैं वहां पे। അവിടെയുള്ള സ്വർണങ്ങളും മറ്റു വസ്തുക്കളും അവർക്ക് ആവശ്യമായത് അവർ അപഹരിക്കുവാനും അത് അവർക്ക് വേണ്ടി കുഴിച്ചിടുവാൻ അവർ ആരംഭിച്ചു. तो उसमें से एक जन क्या बोलता है कि हाँ, अगर हम लोग ये गुड न्यूज, ये जो अच्छी खबर है, अगर हम लोग राजा को नहीं बताएंगे, हम लोग शोमरोन में नहीं बताएंगे, तो फिर हमारे ऊपर क्या आएगा? दंड आएगा। അതിൽ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കാനിടയായി, ഈ എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുമ്പോൾ ഈ ശുഭവർത്തമാനം നമ്മൾ രാജാവിന്റെ ചെവിയിൽ എത്തിച്ചില്ല എങ്കിൽ നമുക്കത് ദോഷമായി തീരും. और उन्होंने ये गुड न्यूज और ये खुश खबरी जो है ये शोमरोन में बताई, और परमेश्वर ने अपना वचन जो दिया था कि कल इस समय में कम पैसे में इस प्रकार का भोजन मिल जाएगा, ये जो वचन परमेश्वर ने दिया था, ये वचन को परमेश्वर ने उन 4 कोड़ियों के द्वारा पूरा किया। ദൈവം അവിടെ പറഞ്ഞതായ ഒരു ദൂതുണ്ടായിരുന്നു, കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് ആഹാരം ലഭിക്കുമെന്ന്. ആ വാഗ്ദത്തം, ദൈവം പറഞ്ഞതായ വാഗ്ദത്തം ഈ കുഷ്ഠരോഗികൾ മൂലം ആ പ്രദേശത്തിൽ ശമരിയയിൽ അവിടെ നിവർത്തിക്കുവാനിടയായി. तो अभी ये 4 कोड़ी भी क्या करते हैं, जो परमेश्वर ने उनको सोच दिया, विचार दिया उनके मन में, तो वो लोग विश्वास के साथ जब आगे बढ़ रहे, तो फिर परमेश्वर ने काम किया। ഈ 4 കുഷ്ഠരോഗികൾ എന്താ ചെയ്തത്? അവർ ദൈവം കൊടുത്ത ചിന്ത പ്രകാരം അവർ വിശ്വാസത്തോടുകൂടെ മുന്നേറുവാനിടയായി ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. तो इस सुबह का समय में फिर ये जो योनातन का जो विश्वास है और शाऊल का विश्वास है, तो योनातन का जो विश्वास है, इस प्रकार से विश्वास है कि हाँ, जय देने वाला यहोवा निस्सी हमारा परमेश्वर है। ആമേൻ. ഇവിടെ നമ്മൾ ശൗലിന്റെ വിശ്വാസവും യോനാഥാന്റെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കാണുവാനിടയായി. യോനാഥാന്റെ വിശ്വാസം, അവന്റെ ആഗ്രഹവും അവന്റെ വിശ്വാസവും, യഹോവ ഞങ്ങളുടെ ജയത്തിന്റെ കൊടി, യഹോവ ഞങ്ങളെ വിജയിപ്പിക്കും, യഹോവ കൂടെയുണ്ട്, യഹോവ നിസിയായുണ്ട് എന്നവർ വിശ്വസിച്ചു. तो मैं भी मेरे जीवन में देखा कि जब विश्वास के साथ सेवकाई में आ जाते हैं, सेवकाई में पैर रखते हैं, विश्वास के साथ रहते हैं, तो कभी कभी मुश्किलें परमेश्वर आने देता है। ഞാനും എന്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ചൊന്ന് പരിശോധിക്കുമ്പോൾ, ആ വിശ്വാസത്തോടുകൂടെ ദൈവസേനയിൽ മുന്നേറുമ്പോൾ പലവിധമാകുന്ന പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. तो मुश्किलों के समय में जो सिचुएशन है, हालात है, परिस्थिति है, तो एक तो फिर कई जन का ऐसा रहता है कि वो लोग वो परिस्थिति में, उस हालात में गिर जाते हैं। വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോൾ ചില സമയങ്ങളിൽ ചില വ്യക്തികൾ ആ പ്രയാസത്തിൽ തന്നെ വീണു പോകുന്നത് കാണുവാൻ കഴിയും. लेकिन कई जन ऐसे भी रहते हैं जो परिस्थिति आती है, हालात आते हैं, सिचुएशन इस प्रकार की होती है, तो उस
उस परिस्थिति में भी वचन के साथ वो लोग खड़े रहते हैं। എന്നാൽ ചിലരുണ്ട് ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെ എല്ലാം അവർ പിടിച്ചു നിൽക്കും. तो परिस्थिति, हालात, सिचुएशन जो भी आते हैं उसमें जब हम लोग वचन के साथ खड़े हैं, विश्वास के साथ खड़े हैं, विश्वास के साथ आगे बढ़ रहे हैं, तो फिर जरूर परमेश्वर का काम उसमें प्रकट हो जाता है। നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്ന സമയങ്ങളിൽ നമ്മൾ വിശ്വാസത്തോടുകൂടെ നിലനിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. तो पवित्र शास्त्र में हम लोग देखते हैं कि जब मूसा ने 12 अपना ये जो गुप्तहेर है, 12 गुप्तहेरों को भेजा था कनान में कि तुम वहां का सर्वे करके आओ, वहां पर सब देखभाल करके आओ, किस प्रकार से वहां का फ्रूट्स है, किस प्रकार की दीवारें हैं, कैसे लोग हैं, क्या है। इस प्रकार का जब सर्वे करने के लिए मूसा ने 12 गुप्तहेरों को भेजा था। മോശ തന്റെ ഗോത്രങ്ങളിൽ നിന്നും 12 പേരെ തെരഞ്ഞെടുത്ത് കനാൻ ദേശത്ത് ചെന്ന് അവിടെ ചെന്ന് ഉറ്റുനോക്കുവാനും അവിടുത്തെ ഫലങ്ങളെക്കുറിച്ചും അവിടുത്തെ കെട്ടിടങ്ങളെ കുറിച്ചും അവിടുത്തെ ആൾക്കാരെ കുറിച്ചുള്ള നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വിവരം കൊണ്ടുവരുവാൻ 12 പേരെ പറഞ്ഞയച്ചു. तो हम लोग देखते हैं कि जब वो सर्वे करके जब रिटर्न आ गए तो फिर 12 लोग जो थे, 12 में से 10 लोग जो थे, 10 वंश के 10 लोग, ये लोग क्या बात कर रहे हैं, वो हालात बता रहे हैं, वो लोग परिस्थिति बता रहे हैं, वहां का जो उन्होंने अपने शारीरिक आंखों से जो भी देखा उसकी वो बात कर रहे हैं मूसा के साथ, लोगों के साथ। ഈ 12 പേരും കടന്നു ചെന്ന് അതെല്ലാം പരിശോധന നടത്തിയിട്ട് ഒറ്റ നോക്കിയിട്ട് അതിൽ 10 പേരും വന്ന് അവിടുത്തെ വിവരണം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. लेकिन हम लोग देखते हैं 2 जन के बारे में, यहोशू और कालेब के बारे में। हालांकि उन्होंने भी उस प्रकार की परिस्थिति वहां पर देखे, वहां पे अनाक वंशी है और बहुत ही तगड़े लोग हैं और वहां पर ऊंची दीवार है और वो लोग देखते हैं कि हम लोग तो वो लोग एकदम छोटे दिखाई पड़ रहे थे मक्की के समान। लेकिन यहोशू और कालेब ये जो अपने आंखों से जो उन्होंने देखा था उसकी बात नहीं कर रहे। യോശുവയും കാലേബും അവിടെ ചെന്ന് കണ്ടത് വലിയ വലിയ മതിലുകളുള്ള പട്ടണമാണ്. അവിടുത്തെ ആൾക്കാരെല്ലാം അനാക്യ മല്ലന്മാരാണ്, അവരെല്ലാം വലിയ യോദ്ധാക്കളാണ്. അതെല്ലാം അവർ കണ്ടു. പക്ഷേ ഇവിടെ വന്ന് അവർ സംസാരിക്കുമ്പോൾ അവിടെ കണ്ട കാര്യമല്ല അവർ പറയുന്നത്. तो यहोशू और कालेब हम लोग देखते हैं, वो लोग वचन के साथ कनेक्टेड है, वचन के साथ जुड़े हुए हैं। ആമേൻ. യോശുവയും കാലേബിനെ കുറിച്ച് പറയുന്നത് അവർ വചനത്തിൻ പ്രകാരം നടക്കുന്നവർ, വചനം അനുസരിക്കുന്നവരായിരുന്നു. तो जब वो लोग वचन के साथ जुड़े हुए हैं, अपने मन में वचन रखा हुआ है, वचन पर उनका विश्वास है, तो उनको पता है कि परमेश्वर ने ये जो जगह है, परमेश्वर ने हमें वादे के रूप में ऑलरेडी दिया हुआ है। അവർ വചനത്തിൽ വിശ്വസിക്കുന്നവർ, വചനപ്രകാരം ജീവിക്കുന്നവർ, വചനം അനുസരിക്കുന്നവർ ആകയാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ദേശത്തെ ദൈവം കൈവശമാക്കി തന്നു കഴിഞ്ഞു. इसलिए वो लोग परिस्थिति में नहीं गिर रहे, वो लोग हालात में नहीं गिरते, परिस्थिति में नहीं गिरते, सिचुएशन में नहीं गिरते और वो लोग बोलते कि हाँ अभी परमेश्वर अपना वादा को पूरा करने का समय आ गया है। അവർ അവരുടെ സാഹചര്യങ്ങളോ അവരുടെ അവസ്ഥകളോ അല്ല നോക്കുന്നത്, അവർ പറയുന്നത് ദൈവം അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. लेकिन बाकी जो 10 लोग थे जो रिपोर्ट लेके आए थे, तो वो 10 लोग क्या, उन्होंने जो अपने आंखों से जो देखा था, परिस्थिति देखा था, हालात देखा था, सिचुएशन देखा था, बस वही वो बात कर रहे। और इस प्रकार का वो लोग वचन के साथ जुड़े हुए नहीं दिखाई पड़ते। എന്നാൽ ആ 10 പേരും വന്ന് അവിടെ കണ്ടതായ കാര്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ അവസ്ഥകളും വിവരിക്കാനിടയായി. പക്ഷെ അവർ ആ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ല. और फिर परमेश्वर को किस प्रकार के लोग अच्छे लगे, जो वचन के साथ जुड़े हुए थे, जो वचन की बात कर रहे, जो विश्वास की बात कर रहे थे, तो वो लोग परमेश्वर को पसंद आ गए। ആമേൻ. ദൈവം ആരില പ്രസാദിക്കുന്നത്? ദൈവം പ്രസാദിച്ചത് ആമേൻ ആ ദൈവത്തിന്റെ വചനപ്രകാരം സംസാരിച്ച വ്യക്തികളോടായിരുന്നു. और इस प्रकार से जो विश्वास की बात नहीं कर रहे थे, जो अपने परिस्थिति देखे और परिस्थिति के ऊपर ही उन्होंने विश्वास किया, तो फिर वो लोग दूध और मधु की धारा बहती उस प्रकार का जो कनान था उसमें वो प्रवेश नहीं कर पाए।
അവർ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാതെയും ആ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കാതെ ഇരുന്നത് കൊണ്ട് ദൈവം ആ പാലും തേനും ഒഴുകുന്നതായ ദേശത്തിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയി. तो कभी कभी हालात, परिस्थिति, मुश्किलें इस प्रकार की अगर बात होती भी है तो मुझे लगता है कि हम लोग वचन के साथ ही खड़ा रहना जरूरी है। നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും പ്രശ്നങ്ങളും കണ്ടിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുക, നമ്മൾ വചനപ്രകാരം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. तो फिर हमारी तो खतना हो गई है। मतलब क्या है, हम खतना बोले तो हमारा मन का खतना हो गया है। നമ്മൾ പരിച്ഛേദന ഏറ്റവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിന്റെ പരിച്ഛേദന ഏറ്റവരാണ്. जैसे वचन में लिखा है कि अगर कोई मसीह में है तो वो नई सृष्टि है, पुरानी बातें खत्म हो गई। വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി. तो फिर हमारे जो पुरानी सोच है, हमारे जो पुराने विचार है, हमारा हमारा जो खुद की सोच है, हमारा जो सोच है उसका खतना होके हम लोग प्रभु के वचन के साथ जुड़े हुए हैं। നമ്മുടേതായ ചിന്ത, നമ്മൾ പ്രൈസലോട് പരിച്ഛേദന ഏറ്റ കർത്താവോട് ചേർന്നവരെ. लेकिन अभी शौल ऐसा नहीं है। शौल के बारे में हम लोग देखते हैं कि बस वो अपने अपने खुद के सोच में डूबा हुआ है। കുറിച്ച് നമ്മൾ കാണുന്നത് അവൻ തന്റേതായ വിചാരങ്ങളിൽ അകപ്പെട്ടു പോയി. तो फिर आत्मिक जीवन के बारे में भी देखेंगे तो दो महत्वपूर्ण बात है स्पिरिचुअल लाइफ में, आत्मिक जीवन में। पहली बात है कि परमेश्वर के साथ जुड़े रहना। ആത്മീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ആയിരിക്കുക. तो दूसरी बात अगर देखते हैं तो परमेश्वर के बातों को सुनना और मानना। ദൈവത്തിന്റെ വചനം കേൾക്കുകയും അതനുസരിക്കും ചെയ്യുന്നവരാകുക. दो प्रकार की बातें हम लोग देखते हैं कि बस वो आत्मिक जीवन में कनेक्शन और उसके बाद में सुनना और मानना। ആത്മീയ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധവും അതുമാത്രമല്ല ദൈവത്തിന് കേൾക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യുക. तो शौल के बारे में हम लोग देखते हैं तो शौल को भी एक बार परमेश्वर ने बोला था अमालेकी जो लोग है तो उसका जो राजा है अगाग, उसको भी मारना, और अमालेकी लोगों का जो गोट है या उसका सबका संहार करना, सबको नष्ट करना, क्योंकि इन लोगों ने इजरायली लोगों को, मेरे लोगों को तकलीफ दिया हुआ था जब वो लोग मिस्र में से निकले हुए थे। तो अभी ये जो अमालेकी लोगों का पूरा संहार करना, इस प्रकार का शमूएल के द्वारा ये वचन आया था, ये परमेश्वर का मन आया था शाऊल के पास। അമാലേക്യരെ കുറിച്ച് പറയുന്നത് അവരെ മൊത്തമായി സംഗ്രഹിക്കണം, അവരെ ആരെയും ആ രാജാവടക്കം എല്ലാവരെയും നശിപ്പിക്കണമെന്ന് ശമൂവേൽ മുഖാന്തരം ദൈവത്തിന്റെ അരുളപ്പാട് ശൗലിന് ലഭിച്ചു. लेकिन शाऊल ने क्या किया, अच्छी तरह से सुना, आगाग को भी मुझे मारना है और वो बकरी को भी मारना है और गाय को, सबको संहार करने का परमेश्वर का मन मेरे पास आया है। लेकिन उसने सुना, बहुत अच्छे तरह से सुना इस परमेश्वर के वचन को। അവർ പ്രൈസലോട് ദൈവത്തിന്റെ വചനം അവൻ വ്യക്തമായി അത് കേൾക്കുവാനിടയായി. लेकिन फिर उसके बाद में हम लोग देखते हैं जब युद्ध हो गया और विजय प्राप्त हो गया और अगाग राजा को भी पकड़ा गया, गाय बैल बकरी वो सब को ये सब अभी शाऊल के कंट्रोल में आ गया, शाऊल का कब्जे में सब जब आ गया। അവൻ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവിടുത്തെ ആടുമാടുകളും സമ്പത്തുകളും അവിടുത്തെ രാജാവും ജനവും എല്ലാം അവന്റെ കയ്യിൽ അകപ്പെടുവാനിടയായി. फिर उसका खुद का बुद्धि उसको आ गया, अभी खुद का बुद्धि, खुद का ज्ञान में वो आ गया। എന്നാൽ ആ സമയത്ത് അവന്റേതായ ബുദ്ധി, അവന്റേതായ ചിന്തകൾ അവിടെ കടന്നു വരാനിടയായി. अभी उसको लगा कि अभी पाप का क्षमा भी करने के लिए अभी अच्छा बकरा तो है यहाँ पर, लेकिन परमेश्वर ने बोला था कि वो सारा बकरा बकरी बिक्री सबको संहार करना, सबको नष्ट करना। लेकिन अभी ये क्या सोचता है, अभी ये परमेश्वर का लिए बलि चढ़ाऊंगा तो मेरा पाप का भी क्षमा हो जाएगा और मेरे ऊपर परमेश्वर भी प्रसन्न हो जाएगा। ये अभी खुद का आइडिया, खुद का बुद्धि में अभी उसका मन आ गया। എന്നാൽ താൻ അവിടെ നോക്കുമ്പോൾ നല്ല പ്രൈസ് ദി ലോർഡ്, നല്ല
ആടുമാടുകൾ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു യാഗം കഴിക്കുവാൻ അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യാഗത്തിനുള്ള ഈ ആടുകളെ ഉപയോഗിക്കാം എന്നെല്ലാം അവന്റെ സ്വയമായ ബുദ്ധിയിൽ അവൻ ചിന്തിക്കുവാനിടയായി. लेकिन हम लोग देखते हैं कि परमेश्वर उसका ऊपर बहुत नाराज हो गए। परमेश्वर नहीं, शमूएल के द्वारा वो उसके पास क्या बोल रहे कि परमेश्वर किससे प्रसन्न होता? जो परमेश्वर का बात सुनने से, मानने से परमेश्वर प्रसन्न होता। ये जो तू बलि करने का जो सोचा है, इससे परमेश्वर क्या प्रसन्न होगा? എന്നാൽ ദൈവം അവിടെ വളരെ ദുഃഖിതനായി തീരുവാനിടയായി. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ശൗൽ യാഗം കഴിച്ച് പ്രസാദിപ്പിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത്. तो फिर उसके बाद में हम लोग देखते हैं शाऊल को परमेश्वर ने रिजेक्ट कर दिया, क्योंकि वो परमेश्वर के साथ पूरे मन के साथ जुड़ा हुआ नहीं दिखाई पड़ता है। എന്നാൽ നമ്മൾ അവിടെ കാണുന്നത് ശൗലിനെ ദൈവം ഉപേക്ഷിക്കുന്നു, കാരണം ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാത്തതുകൊണ്ട്. तो फिर आत्मिक जीवन में हम लोग देखते हैं कि परमेश्वर के साथ जुड़े रहना जरूरी है। എന്നാൽ ആത്മീയ ജീവിതത്തിൽ നാം കർത്താവിനോട് കൂടെ വസിക്കേണ്ടത് ഏറ്റവും ആവശ്യം. और कलीसिया के साथ जुड़े रहना जरूरी है। സഭയോട് കൂടെ പറ്റിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. और परमेश्वर के सेवक के साथ जुड़े रहना जरूरी है। ദൈവദാസന്മാരോട് ചേർന്ന് ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. और परमेश्वर का बात को सुनना और मानना जरूरी है। ദൈവവചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. तो शाऊल के बारे में हम लोग देखते हैं, तो फिर वो ऐसा एकदम पागल के जैसा हो गया। वो भूत सिद्धि वाले के पास गया और फिर वो एक दयनीय जीवन हो गया उसका, एक ऐसा मतलब दुख वाला जीवन हो गया। और आखिरी में वो किस प्रकार से मरा, हम लोग ये सब जानते हैं। എന്നാൽ ശൗലിന്റെ ജീവിതം നാം നോക്കുമ്പോൾ അവൻ ദൈവത്തെ അനുസരിക്കാതെ മറ്റ് പൂജാഗിരികൾ ആശ്രയിക്കുകയും അല്ലെങ്കിൽ കൈനോട്ടക്കാരിലേക്ക് ആശ്രയം വെക്കുകയും അവന്റെ ജീവിതം ഏറ്റവും പരിതാപകരമായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. तो शाऊल के बारे में देखते हैं, वो हालांकि अपना पिताजी का गधा भी तो नहीं ढूंढ पा रहा था। वो इतना मतलब ऐसा कमजोर उसका था, वो ऐसा इस प्रकार से कोई स्मार्ट नहीं था, क्योंकि वो अपना पिता का गधा घूम गया था। वो गधा ढूंढने के लिए गया था, तो वो भी नहीं मिला था उसको। അവന്റെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ തന്റെ പിതാവിന്റെ കഴുതകൾ നഷ്ടപ്പെട്ടിട്ട് അത് തേടി കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അതിനുപോലും കഴിയാത്ത ഒരു ബലഹീനനായിരുന്നു. तो परमेश्वर ने अपना अनुग्रह करके, दया करके, कृपा करके उसको इस्राएल का राजा बना दिया था। ദൈവം തന്റെ അനുഗ്രഹം അവനിൽ പകർന്ന് അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി തീർത്തു. तो फिर कितना जरूरी था कि वो परमेश्वर के साथ जुड़े रहेगा। എന്നാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടത് എത്ര അത്യാവശ്യമായിരുന്നു. लेकिन शाऊल जो है अपने खुद के सोच में डूबा हुआ, अपने खुद के विचारों में डूबा हुआ, तो इस प्रकार से खुद के सोच के पीछे चलने वाला, इसलिए वो क्या हो गया कि परमेश्वर ने उसको फेंक दिया। ശൗൽ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആഗ്രഹപ്രകാരം വിചാരത്തിൽ അവൻ ജീവിക്കുന്നവനാകയാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. लेकिन हम लोग देखते हैं दाऊद के बारे में परमेश्वर गवाही देते हैं എന്നാൽ ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷിക്കുന്നത് कि दाऊद मेरे मन के अनुसार मुझे मिला हुआ है और वो मेरे पूरा करेगा। ദാവീദ് എന്റെ ഹൃദയപ്രകാരം ജീവിക്കുന്ന വ്യക്തിയെ അവൻ എല്ലാം പൂർത്തീകരിക്കും. हालांकि दाऊद ने भी बड़ा बड़ा मिस्टेक किया हुआ है। ദാവീദിന്റെ ജീവിതത്തിലും വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. लेकिन अभी दाऊद क्या सोचता है कि मेरी जो सोच है, मेरा जो विचार है, मेरे जो निरंतर मेरे विचार जो आते रहते हैं, मेरी जो सोच है वो निरंतर बुरी है। ദാവീദ് പറയുന്നത് എന്റെ ചിന്തകൾ ആമേൻ, എന്റെ ജീവിതത്തിൽ അടിക്കടി വരുന്ന ഈ ചിന്തകളെല്ലാം ആമേൻ മോശപ്പെട്ടതാണ്. इसलिए वो क्या सोचता है कि मुझे परमेश्वर के साथ जुड़े रहना, परमेश्वर को पूछना, परमेश्वर के मन के साथ कनेक्टेड रहना, तो ये जरूरी है। അവൻ ആഗ്രഹിക്കുന്ന ദൈവത്തോടു കൂടെ നടക്കുക, ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കുക എന്നുള്ള ചിന്ത അവനുള്ളത്. तो फिर बार बार हम लोग देखते हैं पवित्र शास्त्र में वो परमेश्वर के पास जाता है, परमेश्वर को पूछते रहता है, क्या मैं लड़ाई के लिए जाऊं, क्या उनका पीछा करूं, क्या इस प्रकार से बातों को हम लोग दाऊद के जीवन के बारे में देखते हैं। എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവൻ പലപ്പോഴും യുദ്ധത്തിന് പോകണമോ എന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം ദൈവത്തോട് കേട്ട് അതിൻ പ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. तो इसलिए हम लोग पवित्र शास्त्र में देखते हैं कि शाऊल का घराना और दाऊद का घराना, इनके बीच में बहुत साल तक लड़ाई होती रही।
അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് ശൗലിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ അനേക വർഷങ്ങൾ യുദ്ധം ഉണ്ടാകുവാനിടയായി. लेकिन दाऊद का घराना बढ़ते गया और शाऊल का घराना घटते गया। ദാവൂദിന്റെ കുടുംബം വർദ്ധിക്കുവാനിടയായി, എന്നാൽ ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചു പോകാനിടയായി. तो इसमें बात यही है कि दाऊद का जो आत्मिक जीवन है वो सुनता है, मानता है, और वो उसका कनेक्शन उसके जीवन में दिखता है परमेश्वर के साथ। ദാവീദിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ അവൻ ദൈവത്തിന് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, അവൻ ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. तो इस प्रकार से जो आत्मिक जीवन है ये कनेक्शन और सुनना और मानना बहुत जरूरी है। അതുപോലെ ദൈവവുമായിട്ട് ആ ആത്മീക ബന്ധം പുലർത്തുകയും അത് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി തീരാം. तो हमारा प्रभु ने ये हमें सिखाया है कि बुद्धिमान कौन है, कौन बुद्धिमान है। तो लेकिन अभी संसार के लोग क्या बोलेंगे, मैंने भी कल पूछा, चर्च में पूछा और किधर पूछता हो तो बुद्धिमान लोग कौन है, तो बोलते हैं जिसने ग्रेजुएट हो गया और बहुत पढ़ाई किया, डिग्री प्राप्त किया, तो वही लोग बुद्धिमान है, ऐसा लोग बोलते हैं। ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ബുദ്ധിമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചർച്ചിൽ ഞാൻ ചോദിക്കാനിടയായി, ബുദ്ധിമാനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് നല്ല ഗ്രാജുവേറ്റ് ആയ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള അവനാണ് ബുദ്ധിമാന്മാർ. लेकिन प्रभु यीशु मसीह क्या बोल रहे हैं कि बुद्धिमान कौन मनुष्य है, जो मेरा वचन, मेरी बातें सुनता है और मानता है, वो बुद्धिमान व्यक्ति के समान है। എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത്? ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? എന്റെ വാക്കുകളെ കേട്ട് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. तो वो इस प्रकार से बुद्धिमान है जिसने अपना घर बोलते चट्टान पर बांधा। അത് അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യനാണ് തന്റെ വീട് പാറമേൽ പണിതത്. फिर आंधी तूफान आया और वो पानी का बहाव भी आया और वो गिरा नहीं, वो मजबूतता के साथ खड़ा ही रहा। ആമേൻ. കാറ്റും കോളും തിരമാലകളെല്ലാം കടന്നു വന്നപ്പോൾ തന്റെ ഭവനം അത് നിലം പതിക്കാതെ അത് സ്ഥിരമായി നിൽക്കുവാനിടയായി. किस प्रकार का व्यक्ति है जो परमेश्वर का वचन सुनता है और मानता भी है। ദൈവത്തിന്റെ വചനം കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തി. लेकिन शाऊल के बारे में हम लोग देखते हैं वो खाली सुना है लेकिन माना नहीं है। എന്നാൽ ശൗലിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ കേട്ടു, പക്ഷേ അവൻ അനുസരിച്ചില്ല. लेकिन